CGLD പ്രോബ്ലം നമുക്ക് എങ്ങനെ ഈസി ആയി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു. എ ട്രെയിൻ കവേഴ്സ് 450 കിലോമീറ്റർ അറ്റ് യൂണിഫോം സ്പീഡ്. അത് പറഞ്ഞ പോലെ 450 കിലോമീറ്റർ യൂണിഫോം സ്പീഡിൽ പോകുന്നുണ്ട്. ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ 5 കിലോമീറ്റർ മോർ, സ്പീഡ് എത്ര റേറ്റ് കൂടി 5 കിലോമീറ്റർ പെർ അവർ കൂടി, ഇറ്റ് വുഡ് ടേക്ക് 1 hour ലെസ്, 1 hour ലെസ് ആണ് എടുക്കണേ, സെയിം ഡിസ്റ്റൻസ് ആണ്. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു കവർ 315 കിലോമീറ്റർ ആസ് ദ യൂഷ്വൽ സ്പീഡ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. നമുക്ക് ചെയ്യാം. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഇക്വേഷൻ D equal to S1 S2 by S1 minus S2 into delta T. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. S1 S2 എന്താ സ്പീഡ്, S1 minus S2 എന്താ അതും നമ്മുടെ സ്പീഡ്, ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടൈം. അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 450 ആണ് ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് 450 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ എഴുതി. S1ഉം S2 നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പൊ 5 കിലോമീറ്റർ മോർ ആണ് തന്നിട്ടുണ്ട് രണ്ടാമത്തെ S2. അപ്പൊ എസ് നമുക്ക് എക്സ് ഉപയോഗിക്കാം. എക്സ് ആണെങ്കിൽ അടുത്തത് എന്താ? എക്സ് പ്ലസ് 5 ആവുമല്ലോ. ചേഞ്ച് എത്രയാ? എക്സ് പ്ലസ് 5ഉം എക്സും ആയിട്ടുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 5. ഡെൽറ്റ ടി 1 hour ആണ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ക്വാഡ്രാറ്റിക്ക് ഒന്നും പോവാണ്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. 450 into 5 equal to x into x plus 5. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും എക്സിനേക്ക് 5 കൂടുതലായിരിക്കും x plus 5. നമ്മുടെ ഈ നമ്പേഴ്സിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കി ഒന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഇതിനെ 45 into 50 എന്ന് എഴുതാലോ. ഈ 0 ഇങ്ങോട്ട് എടുത്താൽ ഇതെന്ന് പറഞ്ഞാൽ എന്താ? x into x plus 5 എന്ന ഫോർമാറ്റിലല്ലേക്ക് എടുക്കണേ. അപ്പൊ നമുക്ക് എന്താ ഇവിടെ ഉണ്ടാവണ x² plus 5x ഒന്ന് എടുത്ത് ക്വാഡ്രാറ്റിക് ഒന്നും ആക്കാണ്ട് തന്നെ നമ്മുടെ എക്സിന്റെ വാല്യൂ എത്രയാന്ന് കിട്ടി? 45 ആണ് നമുക്ക് ഡയറക്റ്റ് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി ഇതാണ് നമ്മുടെ ഒറിജിനൽ. മറ്റേത് 50 ആണ് എന്ത് നമ്മുടെ ഇപ്പോഴായിട്ടുള്ളത് 5 കൂടിയപ്പോ. ഇനി 315 കിലോമീറ്റർ ഈ ഒരു സ്പീഡിൽ പോവാണെങ്കിൽ 45 പോവാണെങ്കിൽ എത്ര വരും എന്നാ നോക്കി. 4ഉം 5ഉം 9ന്റെ മൾട്ടിപ്പിൾ മേലെ നോക്കി 3 1 4 4 5 9. അപ്പൊ എന്തായാലും ഇത് 9ന്റെയും 5ന്റെയും മൾട്ടിപ്പിൾ. അപ്പൊ തന്നെ നമുക്ക് എന്തൊക്കെ ആൻസർ കിട്ടി? ഒരു നോർമൽ നമ്പർ ആയിരിക്കും നമ്മുടെ ആൻസർ എന്നുള്ളത് ക്ലിയർ അല്ലേ? ഒരിക്കലും ഒരു പോയിന്റ്സ് ഒന്നും വരില്ല എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. അപ്പൊ തന്നെ നമ്മുടെ ആൻസർ എത്രയാണെന്ന് നമുക്ക് കിട്ടി? നമ്മുടെ ആൻസർ 7 ആണെന്ന് നമുക്ക് കിട്ടി. കാരണം ഒരിക്കലും പോയിന്റ് വരില്ല. അത് നമുക്ക് ക്ലിയർ ആണല്ലോ. കാരണം രണ്ടും ഡിവിസിബിലിറ്റിയിൽ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും പോയിന്റ് വരില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 45 നമുക്ക് 5ൽ കട്ട് ചെയ്യാം. 6 15 3 63നെ വീണ്ടും 9ൽ കട്ട് ചെയ്ത് 7. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഇത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യുക.